ഈസ്റ്റർ അവധി ദിവസവും അഖിലേന്ത്യാ പരീക്ഷ നടത്തി കേന്ദ്ര സർക്കാർ. CBSEയിലേക്ക് സൂപ്രണ്ട്, ജൂനിയർ അസിസ്റ്റന്റ് തസ്തികകളിലേക്കാണ് പരീക്ഷ നടത്തിയത്. അവധി ദിവസ പരീക്ഷയിൽ ഉദ്യോഗാർത്ഥികൾ ബുദ്ധിമുട്ടിലായി. ഈസ്റ്റർ ദിനത്തിലെ പരീക്ഷ പാടില്ലാത്ത കാര്യമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും പറഞ്ഞു. ലോകം മുഴുവൻ ഈസ്റ്റർ ആഘോഷിക്കുമ്പോഴാണ് രാജ്യത്തെ ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിലാക്കി CBSEയുടെ പരീക്ഷ. സൂപ്രണ്ട്, ജൂനിയർ അസിസ്റ്റന്റ് തസ്തികകളിലേക്കാണ് പരീക്ഷ നടത്തിയത്. കേരളത്തിലെ വിവിധ സെന്ററുകളിലും പരീക്ഷ നടന്നു. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ്, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ അറിയാം. പ്രൊപ്പഗണ്ട ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ഒരു ഇത് നടക്കുമ്പോൾ ഇങ്ങനൊരു നല്ല ഒരു പ്രവൃത്തിയല്ല. നമുക്ക് ഒരു പറഞ്ഞ പോലെ നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഇത്ര ടൈം പീരീഡിലാണ് ഇത് വരുന്നത്. അഡ്മിറ്റ് കാർഡ് അതൊന്നും ചേഞ്ച് ചെയ്യാനോ എക്സാം ചേഞ്ച് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമില്ല. സൺഡേ തന്നെ എക്സാം നടത്തുന്നത് വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യം നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ ഇത് മാറ്റി വെക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ 2 ദിവസം മുമ്പാണ് ഹോൾ ടിക്കറ്റ് വന്നതും. ഒരുപാട് പേര് മിസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ക്ലാസ് റൂമിൽ തന്നെ 3 പേരെ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് വിഷു, ഈസ്റ്റർ അങ്ങനെ വിശേഷപ്പെട്ട ദിവസങ്ങളില്ല. പിന്നെ നമുക്ക് വേറെ വഴിയില്ല. കുട്ടികൾ വളരെ കുറവാണ്, ക്ലാസ്സുകളിലൊക്കെ വളരെ കുറവാണ്. എൻ്റെ ക്ലാസ്സിൽ 5 വരെ ഉള്ളൂ. ഇന്നലെയാണ് രാത്രി റിവൈസ് ചെയ്ത ഹാൾ ടിക്കറ്റ് വന്നത്. അപ്പം 8 മണിക്കായിരുന്നു വന്നത്. അപ്പം നമ്മൾ കണ്ടപ്പോൾ തന്നെ 8:45 ഒക്കെ ആയി. അപ്പം പിന്നെ പോയി എടുക്കണ്ടേ. ഇന്ന് ഈസ്റ്റർ ആണ്, സൺഡേ ആണ്. അപ്പോൾ കട രാവിലെ തുറക്കത്തില്ല. ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പിള്ളേർ കുറവാണ്. എൻ്റെ ഹാളിൽ തന്നെ 7 വരെ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഫ്രണ്ടിൻ്റെ ഹാളിൽ 3 വരെ ഉണ്ടായിരുന്നു. പക്ഷെ അവധി ദിവസമാണെന്നുള്ളതും അറിയുന്നുണ്ട്. പക്ഷെ മാറ്റാൻ വേറെ ചാൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വേറെ എക്സാം എഴുതല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ. ഈസ്റ്റർ ദിനത്തിലെ പരീക്ഷ പാടില്ലാത്ത കാര്യമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പരീക്ഷ നടത്തുന്നത് ഒട്ടും ശരിയായ നിലയല്ല. പരീക്ഷ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ടതായിരുന്നു. അപ്പം അതെല്ലാം അതും കൂടെ വെച്ച് കൂട്ടി വായിക്കുമ്പോൾ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അതെല്ലാം വെച്ച് കൂട്ടി വായിക്കുമ്പോൾ ഭാരതം എങ്ങോട്ടാണ്, ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഉത്കണ്ഠ രേഖപ്പെടുത്തുന്ന സ്ഥിതിയാണുള്ളത്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ CBSEയിലേക്ക് നേരിട്ട് UPSC വഴിയല്ലാതെ നിയമനം നടത്തുന്നതിലും ദുരൂഹതയുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഇത്തരം തസ്തികകൾ PSC വഴിയാണ് നിയമനം നടത്തുന്നത്. മാത്രമല്ല, CBSE പരീക്ഷയിൽ 15 മാർക്കിന് ഹിന്ദിയും നിർബന്ധിതമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൂപ്രണ്ട് തസ്തികയിൽ ഇന്ത്യയിൽ മുഴുവനുള്ള ഉദ്യോഗാർത്ഥികൾ ഹിന്ദി കൂടി നിർബന്ധമായി എഴുതണം. ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇതെന്ന ആക്ഷേപവും ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഈ വാർത്ത ബ്രേക്ക് ചെയ്ത ഞങ്ങളുടെ പ്രതിനിധി നിർഭൻ ചക്രവർത്തി കൂടി ചേരുകയാണ്. നിർഭൻ ചക്രവർത്തി, ഈ വാർത്ത 11 മണിയോടുകൂടിയാണ് നിർഭൻ ചക്രവർത്തി കൈരളി ന്യൂസിലൂടെ പുറത്തുവിടുന്നത്. അതിനുശേഷം ഈ സമയമായിട്ട് പോലും മറ്റൊരു മാധ്യമം ഈ വാർത്ത സംപ്രേഷണം ചെയ്തതായിട്ട് അറിയുന്നില്ല. അതാദ്യം പറയാം. പക്ഷേ ഇവിടെ ഉയർന്നു വരുന്നൊരു പ്രശ്നം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഈസ്റ്റർ ദിനത്തിൻ്റെ തലേന്ന് ക്രിസ്ത്യൻ ഭവനങ്ങളിൽ സന്ദർശനം നടത്തിയ BJP നേതാക്കളെ രാജ്യം മുഴുവൻ നമ്മൾ കണ്ടതാണ്. ഇവിടെ 2ാം ഘട്ടത്തിൽ അടുത്ത 3ാം മോദി സർക്കാർ അധികാരത്തിലേറി ആദ്യത്തെ ഈസ്റ്റർ വരുമ്പോൾ ഇവിടെ ആദ്യം അവർക്ക് കൊടുക്കുന്ന സമ്മാനങ്ങളിൽ ഒന്നാണ് ഈസ്റ്റർ ദിനത്തിൽ പരീക്ഷ നടത്തുക എന്നുള്ളത്. അതായത് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവർ വരെ വന്നിരുന്ന് പരീക്ഷ എഴുതേണ്ട ഒരു സാഹചര്യം. വളരെ കൃത്യമായ വർഗീയ ചേരുതിരിവിൻ്റെ, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം പരത്തുന്ന നീക്കം. നിർഭൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇതിനകത്ത് ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ നിർബന്ധമായും 15 മാർക്കിൻ്റെ ഹിന്ദി വിഭാഗം കൂടി ഉൾപ്പെടുത്തിയെന്ന് കൂടി രണ്ടാമതെടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന, ഒപ്പം തന്നെ ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉയർന്നത്? സിജു, വളരെ നിസ്സഹായമാണ്. കാരണം കുട്ടികളുടെ പ്രതികരണത്തിൽ തന്നെ നമ്മൾ അവരോട് വ്യക്തിപരമായി ആരായുമ്പോൾ വേറെ പോംവഴിയില്ല. നമ്മൾ ഈ പരീക്ഷ എഴുതിയേ പറ്റൂ എന്ന നിസ്സഹായത അവരെല്ലാവരും പുലർത്തുന്നുണ്ട്. രാജ്യം എത്രമാത്രം ഭീതിതമായ രീതിയിലേക്കാണ് പോകുന്നതെന്നുള്ള ലക്ഷണവും ഈ പരീക്ഷയ്ക്കുണ്ട്. കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു രാജ്യത്ത് ഈസ്റ്റർ പോലെയുള്ളൊരു ആഘോഷം എല്ലാവരും നടത്തുമ്പോൾ, ഭരണഘടനാപരമായി മതേതര ജനാധിപത്യ ഒരു രാജ്യത്ത് ഇങ്ങനൊരു നിലപാടുമായി കേന്ദ്ര സർക്കാർ പോകുന്നു. ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നതാണ്. കുട്ടികൾ തന്നെ
നിസ്സഹമായി ആ കാര്യത്തിനുള്ള പ്രതികരണത്തിൽ നിന്ന് വായിച്ചെടുക്കാം. രണ്ടാമത്തെ കാര്യം, ഏറ്റവും സങ്കടകരം, കേരളത്തിൽ ഇങ്ങനൊരു പരീക്ഷ നടക്കുമ്പോൾ സാധാരണ കേരളത്തിലെ PSCയോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനമോ എന്തെങ്കിലും സഹകരണ ബാങ്കിലോ പോലും ഇന്നൊരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു എങ്കിൽ എന്തായിരിക്കും സിജു സ്ഥിതി? ഇന്ന് മാധ്യമങ്ങളുടെ പട തന്നെ അവരുടെ വിദ്യാർത്ഥികളുടെ പ്രതികരണം എടുക്കാനും ഒപ്പം തന്നെ മത മേലധ്യക്ഷന്മാരുടെ പ്രതികരണവും പ്രതിഷേധവും ഒക്കെ ഉണ്ടാകുമായിരുന്നു. ഇത് കേന്ദ്ര സർക്കാർ ആയതുകൊണ്ട് മാത്രം ഇക്കാര്യത്തിൽ നിസ്സംഗത തുടരുന്നു എന്നതാണ് ഏറ്റവും ആശങ്കാജനകമായ അന്തരീക്ഷം. എത്ര മാത്രം കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു ജനാധിപത്യ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുമ്പോഴും അതിനെതിരെ ചോദ്യം ചെയ്യാനും അത്തരത്തിലൊരു വാർത്ത കൊടുക്കാൻ പോലും കേരളത്തിലെ മാധ്യമങ്ങൾ പോലും തയ്യാറാകുന്നില്ല എന്നത് ഗൗരവതരമായ കാര്യമാണ്. മറ്റൊരു കാര്യം സിജു സൂചിപ്പിച്ചപ്പോൾ ഇതിനകത്ത് 15 മാർക്ക് സൂപ്രണ്ടും അതോടൊപ്പം തന്നെ ജൂനിയർ അസിസ്റ്റൻ്റ്, ഈ 2 തസ്തികകളാണ് ഈ നിയമനം നടത്തുന്നത്. ആ നിയമനത്തിൽ തന്നെ സാധാരണ കേരളത്തിലാണെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തെ നിയമനങ്ങൾക്കാണെങ്കിൽ PSC വഴിയാണ് സാധാരണ പരീക്ഷ നടത്തുക. കേന്ദ്രമാണെങ്കിൽ UPSC വഴി നടത്തേണ്ട പരീക്ഷയാണ്. പക്ഷേ CBSE തന്നെ നേരിട്ട് പരീക്ഷ നടത്തുന്നു. അത് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, 15 മാർക്കിൻ്റെ പരീക്ഷ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 15 മാർക്കിൽ നിർബന്ധമായും എഴുതേണ്ടത് ഹിന്ദിയിലാണ്. ആ ഹിന്ദിയിൽ അറ്റൻഡ് ചെയ്യാൻ ഇപ്പോൾ തമിഴ്നാട്ടിലോ ഹിന്ദി ഭാഷയായി അംഗീകരിക്കാത്ത, ഹിന്ദി പഠിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ച, പ്രാദേശിക ഭാഷ അംഗീകരിക്കുന്ന തമിഴ്നാട് പോലെയുള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് പങ്കെടുക്കുന്ന കുട്ടിക്കാണെങ്കിൽ 15 മാർക്ക് തന്നെ ഈ പരീക്ഷയിൽ കട്ടായി പോവും. അതുകൊണ്ട് ആ കുട്ടി ലിസ്റ്റിൽ വരില്ല എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ ഈ ഹിന്ദി ഭാഷ സംബന്ധിച്ച അടിച്ചേൽപ്പിക്കൽ ഒരു ഭാഗത്ത് നടക്കുന്നു, ഈ പരീക്ഷ ഏകപക്ഷീയമായി നടക്കുന്നു. റോൾ നമ്പർ അവസാനമാണ് മാറ്റുന്ന വിവരം അറിയുന്നത്. ഇന്നലെ രാത്രി വെള്ളിയാഴ്ച മുതൽ തുടങ്ങിയ അവധിയാണ്. ഇന്നലെ 8:30-ക്ക് ശേഷമാണ് റോൾ നമ്പർ മാറുമെന്ന വിവരം കുട്ടികൾക്ക് മെസ്സേജ് ലഭിക്കുന്നത്. പിന്നെ ഷോപ്പുകൾ അടച്ച് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് ഇന്ന് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. അത് കുട്ടികൾ തന്നെ പറയുന്നു. ഒരു ക്ലാസ്സിൽ 7ഉം 8ഉം കുട്ടികൾ മാത്രമാണ്, മറ്റ് നമ്പറുള്ള കുട്ടികളൊന്നും പരീക്ഷയ്ക്ക് ഹാജരായിട്ടില്ല. തിരുവനന്തപുരത്ത് 3 സെൻറ്ററുകളാണ് ഉണ്ടായിരുന്നത്. കേരളത്തിൽ തലസ്ഥാന ജില്ലയിൽ മാത്രമാണ്. വയനാട് നിന്നും, കോഴിക്കോട് നിന്നും, കണ്ണൂരിൽ നിന്ന്, കാസർഗോഡ് നിന്ന് അടക്കം കുട്ടികളാണ് വളരെ ദൂരെ നിന്ന് ഇന്നലെ രാത്രിയോടുകൂടി ഇന്ന് എത്തി പരീക്ഷ അറ്റൻഡ് ചെയ്ത്. അവർ തന്നെ നിസ്സഹായമായി പറയുകയാണ്, നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് പരാതി കൊടുക്കാൻ പറ്റുമോ, ഈ പരീക്ഷ എഴുതിയില്ലെങ്കിൽ ഞങ്ങളുടെ അവസരം നഷ്ടമാകും. അതുകൊണ്ട് രാജ്യത്ത് ഇന്ന് നടന്ന ഈ പരീക്ഷയിൽ ഭൂരിപക്ഷം വന്നായി പറയുന്ന എത്താൻ ശ്രമിച്ചിട്ടും എത്താൻ കഴിയാത്ത നിരവധി വിദ്യാർത്ഥികൾക്കാണ് ഇന്ന് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയത്. അത് ഭരണഘടനാപരമായി ഇക്കാര്യങ്ങളിൽ മറുപടി പറയേണ്ട CBSEയും കേന്ദ്ര സർക്കാരുമാണ്. ഒപ്പം തന്നെ കോടതി പോലെയുള്ള നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്ന നിയമവ്യവസ്ഥതയുണ്ട്. അതിലൊക്കെ പരാതിയുമായി വിദ്യാർത്ഥികൾക്ക് മുന്നോട്ട് പോകും. ആദരണീയനായ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നതാണ്. ഇനി പരക്കെ സ്വാഭാവികമായും ഇത് വാർത്തയുടെ അടിസ്ഥാനത്തിൽ വിവിധ കോണുകളിൽ നിന്ന് പ്രതികരണം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. ഏതായാലും അങ്ങനെ പ്രതികരണം ഉണ്ടാകും എന്നുള്ളതും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം മോഡിഫൈഡ് മീഡിയയുടെ കാലത്ത് നമ്മൾ നിർബൻ ബ്രേക്ക് ചെയ്ത വാർത്ത ഇതുവരെയും മറ്റാരും കൈകാര്യം ചെയ്യാതിരുന്നതും CBSEക്കെതിരെ ഒരു വാർത്ത കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതും, ആ CBSEക്കെതിരെ വാർത്ത കൊടുക്കുക എന്നുള്ളതിൽ കേന്ദ്ര സർക്കാരിനെതിരെ വാർത്ത കൊടുക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ടാകാം ഒരുപക്ഷെ വാർത്തകൾ മൂടിവെക്കുകയും ചെയ്തത്. ഈ വാർത്തയുടെ വിവരങ്ങളാണ് ഇപ്പോൾ നിർബൻ ചക്രവർത്തി നൽകിയത്.